ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണതാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ രണ്ടുപേർക്കും ബോർഡ് ഓഫ് അവര്. പൃഥ്വിരാജിന്റെ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഏത് കാര്യമാണ്? നന്നായിട്ട് എഴുതുമെന്ന് ഞങ്ങൾക്കറിയാം, നല്ലൊരു നടനാണ്, സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്, നല്ലൊരു മകനാണ്. ഇതിനകത്ത് ഏത് കാര്യത്തിലാണ് ഏറ്റവും പ്രൗഡായിട്ടുള്ളത് അമ്മ? നല്ലൊരു മകനവൻ ആണ്. ബാക്കിയെല്ലാം അവന് ഉണ്ടാകുന്ന കഴിവുകളാണ് അല്ലേ. അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണതാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ രണ്ടുപേർക്കും ബോർഡ് ഓഫ് അവന്. എന്താമേ എന്താ ഒന്നുമില്ല അവനെ ഒന്നുമില്ല അതൊക്കെ ചുമ്മാ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ നമ്മുടെ വിഷമങ്ങൾ പറയാതെ മനസ്സിലാക്കുന്ന രണ്ട് മക്കളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ധനമാണ്. അത് സത്യം. അത് നമ്മൾ പറയാണെന്ന് പറയണ്ടല്ലോ. അതിനിപ്പം മരുമക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവരത് ശ്രദ്ധിക്കും. കാരണം മരുമക്കളെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നോക്കി രാജുവിൻ്റെ കാര്യം നോക്കാൻ സുപ്രിയയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇന്ദ്രൻ്റെ കാര്യം നോക്കാനുണ്ട്, മക്കളുടെ പഠിത്തം, ഇതെല്ലാം. പക്ഷെ അതേസമയം എന്തെങ്കിലും ഒരു ഇന്ന് വരെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് രണ്ട് മക്കളും നോ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കൊരു വിഷമം ഉണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും മറ്റൊരു കാര്യം എന്താണ് അങ്ങനെയൊക്കെ അവർ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ചുമ്മാ വിടാമേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്കൊരു പരിഹാരം ഉപദേശിച്ച് തരുന്ന മക്കളായിട്ട് തന്നെ അവർ നിന്നിട്ടുള്ളത്. അതാണ്. നമ്മളിപ്പോൾ ഏത് കുടുംബം എടുത്താലും അതിനകത്തൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അതൊക്കെ ഇങ്ങനെ വലിയ വാർത്തകളായിട്ട് ഇങ്ങനെ യൂട്യൂബുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞാണോ? സുപ്രിയയോടാണോ പൂർണിമയോടാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ചോദിച്ചു, അത് മുഴുവൻ അവരിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കുക, എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. ഇപ്പം പറയണം, ഇടത്തെ കണ്ണിനോടാണോ വലത് കണ്ണിനോടാണോ ഇഷ്ടം? ഇപ്പം പറയണമെന്ന് പറഞ്ഞു. അയ്യോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യവും ഒരു കണ്ണ് മതി എന്നാരെങ്കിലും പറയുമോ? അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു കുസൃതി ചോദ്യങ്ങളായിട്ടൊക്കെ എടുക്കുക എന്നല്ലാതെ ഞാൻ അതിനൊന്നും അത്ര വലിയ കാര്യമാക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ സുഖം. പിന്നെ ഇപ്പം അവർക്കറിയാം അമ്മയ്ക്ക് ദൈവം സഹായിച്ച് വലിയ ആവശ്യതയൊന്നുമില്ല, അത്യാവശ്യം കാശുണ്ട് അമ്മയുടെ കയ്യിലെന്നറിയാം. ഇല്ലാത്ത കാലത്ത് നമുക്ക് എന്താണേലും ചെയ്യും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ രണ്ടുപേരും തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ എപ്പോഴും ഇപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തിനെ ഉണ്ടാക്കിയ വീടുണ്ട്, അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഉണ്ട് ചില വരുമാനങ്ങൾ. അപ്പോൾ അതൊക്കെ മതി നമുക്ക്. ഞാനിങ്ങനെ വലിയ ജഹമൊഹയൊന്നും ഇല്ലല്ലോ. പരമാവധി പോകുന്ന ദൂരം എറണാകുളം, കൊച്ചുമക്കളെയൊക്കെ കണ്ടു തിരിച്ചിട്ട് വന്നു സ്വസ്ഥം. ഈ സീരിയൽ ലൊക്കേഷനിൽ ഒരിക്കൽ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയിരുന്നു. അത് വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അന്നത്തെ കുറെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് ആ പ്രളയം വന്ന സമയത്ത് അയ്യോ കുട്ടകത്തിന് അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, എന്ത് ചെയ്യാം ലംബോർഗിനി എന്നൊക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. സത്യമായിട്ട് എവിടെ പോയി ലംബോർഗിനി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനതൊരു തമാശനെടുത്ത് ഞാൻ പറഞ്ഞു പാവം എന്ന് പറഞ്ഞിട്ട് അവർ ഈ പറയുന്നത്. കാരണം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറയണത് അതിൻ്റെ പരിഹാരം ഉണ്ടായെന്നുള്ളതാണ് സത്യം. അത് എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സല്യൂട്ടുണ്ട്. കാരണം